Hello dear students, welcome to Target Learning App. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖല്ലേ? എക്സാമിന്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനി നമുക്ക് കുറഞ്ഞ ദിവസങ്ങളും കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്ന് ഇങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ കഴിയാനായിട്ടുണ്ടാവും, എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടാവും മോസ്റ്റ് ഓഫ്. സോ ഇപ്പൊ നിങ്ങൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യായിരിക്കും അല്ലേ? എനിവേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും അധികം വെയിറ്റേജ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ്. അതുപോലെ തന്നെ നിങ്ങളെ 9ാമത്തെ ചാപ്റ്റർ ആയ റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, വേവ് ഒപ്റ്റിക്സ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ഏറ്റവും നല്ലോണം എക്സാമിനേഷന് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സുമാണ്. സോ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് തന്നെ നടത്തുക. ഓക്കെ, ഈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ചാപ്റ്ററും അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. കാരണം ഡെറിവേഷൻ ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിക്കുക, തിയറീസും പഠിക്കുക. പരമാവധി പ്രോബ്ലംസ്, അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കാണുകയും ചെയ്താൽ സംഭവം സെറ്റാണ്. റൈറ്റ്. സോ നമ്മള് ആദ്യമായി മൊട്ടടിച്ച്, യെസ്, മൊട്ട എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മൊട്ട അടിപൊളി അല്ലേ? ഓക്കെ, മൊട്ടടിച്ചിട്ടുണ്ട് അല്ലേ? എനിവേ നമുക്ക് തുടങ്ങാടാ, ക്ലാസ് തുടങ്ങാം. റൈറ്റ്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ ചാപ്റ്റർ തന്നെ അല്ലെ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് ആണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആണ് വാട്ട് ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അതായത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡൈപോൾ മൊമെന്റ് എന്താണ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും പറയാം, P is equal to Q into 2A ആണ്. ഓക്കെ, P is equal to എന്താണ്? Q into 2A ആണ്. എന്തെന്ന് പറഞ്ഞാല് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ആണല്ലോ. ഓക്കെ, സോ ഈ ഡൈപോൾ മൊമെന്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡൈപോൾ മൊമെന്റ് എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ്? ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദി ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ചാർജസ്. റൈറ്റ്. ഇനി അത് എന്താന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, എന്താന്ന് മാത്രം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, എ സിസ്റ്റം ഹാസ് 2 ചാർജസ് 2.5 into 10 raised to minus 7 coulomb and minus 2.5 into 10 raised to minus 7 coulomb located at points 0, 0, minus 15 centimeter and 0, 0, plus 15 centimeter. അപ്പൊ ഈ ചാർജ് ഉള്ളത് ഈ ലൊക്കേഷനിലാണ്, പിന്നെ വേറെ ചാർജ് ഉണ്ട്, ഈ ചാർജ് ഉള്ളത് ഈ ലൊക്കേഷനിലാണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് അല്ലേ? ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഒരു സെപ്പറേഷനിലല്ലേ? ആണ്. അതെന്താണ് മക്കളെ? ഡൈപോൾ അല്ലേ? അപ്പൊ ഈ ഡൈപോളിന്റെ എന്ത് നമുക്ക് കണ്ടെത്തണം? പറ. ഡൈപോൾ മൊമെന്റ്, അതിന്റെ ഡയറക്ഷനും കാണണം. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് എവിടെയാണ്? അത് Z ആക്സിസിലാണ്. എക്സും വൈയും 0, Z വാല്യൂ ഉണ്ട്. അടുത്തും എക്സും വൈയും 0, Z വാല്യൂ ഉണ്ട്. അപ്പൊ എന്താ, ഇത് Z ആക്സിസിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാല് Z ആക്സിസ് ഇതാണെങ്കിൽ ഈ Z ആക്സിസിന്റെ ഈ പോയിന്റിലും ഈ പോയിന്റിലും മൈനസ് 15 സെന്റിമീറ്ററിലും പ്ലസ് 15 സെന്റിമീറ്ററിലുമാണ് ആരുള്ളത്? ചാർജ് ഉള്ളത്. അപ്പൊ ആദ്യം 2.5 10 raised to minus 7 ഉള്ളത് മൈനസ് 15 ഇല്ല. സോ ഇവിടുത്തെ ചാർജ് എന്താണ്? 2.5 into എന്താണ്? 2.5 into ഓക്കെ. അപ്പൊ 2.5 into 10 raised to minus 7 ഉള്ളത് എവിടെയാണ്? മൈനസ് 15 സോറി, ഇത് ഇവിടെ ഉള്ളത് മൈനസ് 15 അടുത്തതുള്ളതോ പ്ലസ് 15 2.5 മൈനസ് 2.5 into 10 raised to minus 7 കുളവും ഉണ്ട്. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് കാണാൻ എന്ത് സുഖം മക്കളെ. P is equal to എന്താ വരിക? Q into 2A. Q എന്താ? 2.5 10 raised to minus 7. 2A എന്താ? 30 into 10 raised to minus 2. ഇതെന്താ മക്കളെ വരിക? 2.5 7.5 into 10 raised to minus 8 എന്നുണ്ടാവും. എന്ത്? കുളം മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലൊക്കേഷൻ കറക്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ? ഇത് കിട്ടി, ഡൈപോൾ മൊമെന്റ് കിട്ടി. ഇനി ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങട്ടാ? എപ്പോഴും ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക മൈനസ് ചാർജ് നിന്ന് പ്ലസ് ചാർജിലേക്കാ. ഇതാണ് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ ആണ്. സോ ഡൈപോൾ മൊമെന്റ് ഓൾവേസ് ഫ്രം minus q to
+2 ആയിരിക്കും എപ്പോഴും ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുക. ഈ കാര്യം കൂടി മനസ്സിലാക്കി വെച്ചാൽ മതി. ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഫ്രം പോസിറ്റീവ് z ആക്സിസ് ടു നെഗറ്റീവ് അല്ലെങ്കിൽ ടുവാർഡ്സ് നെഗറ്റീവ് z ആക്സിസ് ആണ് എന്ത് വരിക എന്ന് പറഞ്ഞാൽ മതി, നമ്മൾ ഡൈപോൾ മൊമെന്റ് വരിക എന്ന കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി മക്കൾ നോക്ക്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജിന്റെ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കുളം ആണ് എന്ത്? ഇലക്ട്രിക് ചാർജിന്റെ SI യൂണിറ്റ്. ഇനി അടുത്തത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ F/Q എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ പ്രകാരം ന്യൂട്ടൺ പെർ കുളം ആണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി E is equal to V/D എന്നൊരു ഇക്വേഷനും കൂടി ഉണ്ട്. ഈ ഇക്വേഷൻ പ്രകാരം യൂണിറ്റ് പറയുകയാണെങ്കിൽ വോൾട്ട് പെർ മീറ്ററും എന്തിന്റെ യൂണിറ്റ് ആണ്? ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് ആണ്. ഇനി വോൾട്ട് എന്ന് പറയുമ്പോൾ മക്കളെ ജൂൾ പെർ കുളമാണ് വോൾട്ട്. പെർ മീറ്റർ ഉണ്ട്. അപ്പൊ ഇത് ശരിക്കും ജൂൾ പെർ കുളം മീറ്റർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ന്യൂട്ടൺ പെർ കുളം, ജൂൾ പെർ കുളം മീറ്റർ, ഇതൊക്കെ വോൾട്ട് പെർ മീറ്റർ, ഇതൊക്കെ എന്തിന്റെ യൂണിറ്റ്സ് ആണ്? ഇന്റൻസിറ്റിന്റെ SI യൂണിറ്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ തന്ന ഓപ്ഷനിൽ ന്യൂട്ടൺ പെർ കുളം ആയതുകൊണ്ട് അത് നേരം കുത്തിയാൽ മതി. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ സംഭവങ്ങളൊക്കെ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. എന്താ മക്കളെ പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയിലുള്ള ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഏതൊരു ബോഡിയുള്ള ചാർജും ഒരു ഇലക്ട്രോണിക് ചാർജിന്റെ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ആയിരിക്കും. സോ ചാർജ് ഓൺ എനി ബോഡി ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ചാർജ് ഓഫ് വൺ ഇലക്ട്രോൺ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE ആണ്. Q ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE ആണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് quantization of electric charge. Now next question, force between two electric charges is 10 Newton. മക്കളെ രണ്ട് ചാർജുകൾ ഉണ്ട് കയ്യിൽ, അവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് 10 ന്യൂട്ടൺ ആണ്. ഇനി ഇൻ ഫ്രീ സ്പേസ്, ഫ്രീ സ്പേസ് വെച്ചപ്പോൾ അവർക്ക് ഇൻ ബിറ്റ്വീൻ ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ്. ഇനി when placed in a medium of dielectric constant K, ഇവരെ ഒരു K ഡയലക്ട്രിക് കോൺസ്റ്റന്റുള്ള മീഡിയത്തിലേക്ക് പ്ലേസ് ചെയ്തപ്പോൾ അവിടെ ഫോഴ്സ് എത്രയായി മാറി? 5 ആയി മാറി. സോ ഈ രണ്ട് ചാർജിനെയും ഏതോ ഒരു മീഡിയത്തിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ സെയിം ചാർജ് ആണ്, സെയിം ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് എന്തായി മാറി? 5 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഈ മീഡിയത്തിന്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് K നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. അത് കാണാൻ ഒരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് F air by F medium. എയറിലുള്ള ഫോഴ്സ് ബൈ മീഡിയത്തിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് K ആണ്, അല്ലെങ്കിൽ എപ്സിലോൺ R ആണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്നൊക്കെ പറയും. സോ F എയർ എന്ന് പറഞ്ഞാൽ 10 ആണ്, F മീഡിയം എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ K വാല്യൂ കിട്ടി മക്കളെ. K വാല്യൂ എത്രയാണ്? 2. യൂണിറ്റ് ഉണ്ടാവില്ല, കാരണം K വാല്യൂന് എന്തില്ല? യൂണിറ്റ് ഇല്ല. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാ, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ കാര്യങ്ങളൊക്കെ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് നോക്കടാ. യെസ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ എ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അറൌണ്ട് ചാർജസ്. അല്ലെ, എന്താണ് മക്കളെ ഗോസസ് ലോ? സ്റ്റേറ്റ് ചെയ്യണം. എന്തായാലും വരാൻ ചാൻസ് ഉള്ള, വളരെയധികം ചാൻസ് ഉള്ള ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഗോസസ് ലോ. ഈ ഗോസസ് ലോ എന്താണ്? ഗോസസ് ലോന്റെ വെക്റ്റർ ഇക്വേഷൻ എന്താ? മാത്തമാറ്റിക്കൽ ഫോം എന്താണ്? അതിന്റെ പ്രൂഫ് എന്താണ്? അതിന്റെ 3 ആപ്ലിക്കേഷൻ എന്താണ്? ഇത് എന്തായാലും പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും നല്ല മാർക്കിന് തന്നെ ഈ ഒരു ചാപ്റ്റർ ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ്? The total normal flux over any closed surface is 1 by epsilon 0 times the charge enclosed by the surface. അതാണ് the Gauss's law in electrostatics. Next, using this law, ഈ law ഉപയോഗിച്ചുകൊണ്ട് derive an expression for the electric intensity due to a uniformly charged thin spherical shell at a point outside the shell, inside the shell. Inside the shell ചെയ്യേണ്ട ആവശ്യമില്ല, ഈ 0 ആണ്. ഔട്ട്സൈഡ് ദ ഷെല്ല് കണ്ടാൽ മതി. മക്കളെ നോക്കടാ, ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ഒരു ഷെല്ലുണ്ട്. ഈ ഷെല്ല് പറയുമ്പോൾ ഉള്ളു പൊള്ളയാണ്, ചാർജ്ഡ് ആണ്, ചാർജ് കൊടുത്തിട്ടുണ്ട്. ഇത് യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഒരു യൂണിഫോംലി ചാർജ്ഡ് ഷെല്ലുണ്ട്. ആ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. ആ ഷെല്ലിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ, സ്മോൾ r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു.
ആ പോയിന്റിലുള്ള എന്ത് കാണണം? ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യണം. ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി കാണാൻ വേണ്ടി അവിടെ ഞാൻ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുന്നു, സ്ഫെറിക്കൽ ഗോഷ്യൻ സർഫസ്. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ആണല്ലോ കാണേണ്ടത്. സോ അവിടുത്തെ ഇൻറ്റൻസിറ്റി ഇ ഞാൻ മാർക്ക് ചെയ്യുന്നു. അവിടെ ഞാൻ ഒരു കുഞ്ഞ് ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഈ കുഞ്ഞ് ഏരിയ വെക്ടറും ഇൻറ്റൻസിറ്റിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഡി എ. സോ വാട്ട് വിൽ ബി ടോട്ടൽ ഫ്ലെക്സ്? ടോട്ടൽ ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്നുള്ളത് ഇ ഇൻറ്റു ഡി എ എന്നാവും. കാരണം എന്താ? ഇയും ഡി എയും സെയിം ഡയറക്ഷനില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എല്ലായിടത്തും സെയിം ആയതുകൊണ്ട് പുറത്തെടുക്കുമ്പോൾ ഇ ഇൻറ്റു ക്ലോസ്ഡ് ഇൻറ്റഗ്രൽ ഡി എ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു എന്താ മക്കളെ? ഈ ഡി എനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൊത്തം ഏരിയ വേണ്ടത് അല്ലേ? എന്താ വരിക? 4 പൈ ആർ സ്ക്വയർ. എന്താണ്? 4 പൈ ആർ സ്ക്വയർ ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ. നൗ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് നമുക്ക് എന്ത് കാണണം? ടോട്ടൽ ഫ്ലെക്സ് കാണണം. ഏത് രീതിയിൽ? 1/ε0 ടൈംസ് ദ ചാർജ് എന്ന ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഗോസസ് ലോ അനുസരിച്ചും ഫ്ലെക്സ് കാണണം. സോ ഇതിൻ്റെ ഉള്ളിലുള്ള മൊത്തം ചാർജ് ക്യൂ ആണെന്ന് വിചാരിക്കുക. ക്യൂ ആണെങ്കിൽ ഇക്വേഷൻ എന്താ? 1/ε0 ഇൻറ്റു ക്യൂ തന്നെയാണ് ടോട്ടൽ ഫ്ലെക്സ് അക്കോർഡിംഗ് ടു ഗോസസ് ലോ. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓക്കെ ഇ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ ആണ്. ഫ്രം ദിസ് ഇ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ ഫോർ ഇൻറ്റൻസിറ്റി അറ്റ് ഔട്ട്സൈഡ് ദ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. ഇനി ഇതിൻ്റെ സർഫസ് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുമ്പോൾ ആർ വാല്യൂ എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ആർ. അപ്പോൾ ഈ ആറിന് ക്യാപിറ്റൽ ആർ കൊടുത്താൽ എന്തായി? ഇൻറ്റൻസിറ്റി അറ്റ് ദ സർഫസ് ആയി. കാര്യങ്ങൾ സെറ്റാണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, ഇതെന്തായാലും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഗോസസ് ലോയുടെ 3rd ആപ്ലിക്കേഷനാണ്. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എന്താണ് സി ക്വസ്റ്റ്യൻ? സപ്പോസ് ദാറ്റ് യു ആർ ഇൻ എ കേവ് ഡീപ് വിത്തിൻ ദ എർത്ത്. ഭൂമിയിലുള്ള ഒരു വലിയ ഗുഹന്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ആർ യു സേഫ് ഫ്രം തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്? മക്കളെ, ലൈറ്റ്നിങ്, ഇടിമിന്നലിൽ നിന്ന് നിങ്ങൾ സേഫ് ആണോ ഒരു ഗുഹക്കുള്ളിൽ നിൽക്കുമ്പോൾ? തീർച്ചയായിട്ടും. കാരണം അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ അറിയും. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഓഫ് making a region which is free from any electric field. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ഒരു റീജിയൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫിനോമിനൻ ആണ് ശരിക്കും എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിന് പോകാൻ കഴിയില്ല. ലൈറ്റ്നിങ് പോകണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. കാരണം ലൈറ്റ്നിങ് പറഞ്ഞാൽ ചാർജാണ്, ചാർജിന്റെ ഒഴുക്കാണ്. ചാർജ് ഒഴുകണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വേണം. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ അറിയുമ്പോൾ എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്? യെസ്, അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആ ടേം അവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, ഇറ്റ് ഈസ് സേഫ് ടു സിറ്റ് ഇൻ എ കാർ വെൻ ലൈറ്റ്നിങ് ഒക്കേഴ്സ് ദാൻ സ്റ്റാൻഡിങ് അണ്ടർ എ ട്രീ. ഒരു മരത്തിന്റെ അടിയിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു കാറിൽ ഇരിക്കുന്നത് എപ്പം? ലൈറ്റ്നിങ് ഉണ്ടാവുന്ന സമയത്ത്. കാരണം എന്താ? അപ്പോഴും നിങ്ങൾ പറയേണ്ടത് എന്താ? കാറിന്റെ ഉള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഒക്കെ എറിയുമ്പോൾ ആ കാറിന്റെ ഉള്ളിൽ കൂടെ ലൈറ്റ്നിങ്ങിന് പോകാൻ കഴിയില്ല, ബിക്കോസ് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. എന്നാൽ മരത്തിന്റെ അടിയിൽ നിൽക്കുമ്പോൾ എന്താണ്? അത് സേഫ് അല്ല, കാരണം അത് ലൈറ്റ്നിങ് ഒക്കെ അറിയാൻ ചാൻസ് കൂടുതലാണ്. റൈറ്റ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഗ്രേറ്റർ ഈസ് 1 മൈക്രോകുളം കമ്പയർഡ് ടു ആൻ ഇലക്ട്രോണിക് ചാർജ്? ഒരു ഇലക്ട്രോണിക് ചാർജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മൈക്രോ കുളം എത്രത്തോളം വലുതാ? മക്കളെ, ഒന്നുമില്ലടാ, ഒരു മൈക്രോ കുളം. അപ്പൊ എങ്ങനെ ഇതാ? ക്യൂ ഇസ് ഈക്വൽ ടു എൻ എന്ന ഇക്വേഷൻ എടുക്കാം. ക്യൂ എന്താ? 1 മൈക്രോ കുളം. എൻ കാണണം. ഇ എന്താ? 1.6 10⁻⁻19. ഇവിടുന്ന് എൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും 10⁻6/1.6 10⁻⁻19. ഇത് 10⁻13/1.6 ആ. സോ ആൻസർ വിൽ ബി 10⁻13. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, 10⁻13, 10⁻10, 10⁻11, 10⁻6. സോ മോർ കറക്റ്റ് ഈസ് 10⁻13 ടൈംസ് ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ പോയിന്റ് ചാർജ് ഓഫ് 2 മൈക്രോകുളം ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് എ cubic Gaussian surface of side 0.5. What is the net flux to the surface? മക്കളെ, ഒരു ക്യൂബിക് ഗോഷ്യൻ സർഫസ് ഉണ്ട്. ആ ക്യൂബിക് ഗോഷ്യൻ സർഫസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് കാണണം. നെറ്റ് ഫ്ലക്സ് കാണാൻ എന്താ ഗോസസ് ലോ പഠിപ്പിച്ചത്? 1/ε0 ഇൻറ്റു ക്യൂ ആണ്.
എപ്സിലോൺ സീറോയുടെ വാല്യൂ നമുക്കറിയാം 8.85 10⁻12 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇൻറ്റു ക്യൂ എന്താ 2 × 10⁻6 ആണ്. ഇത് സോൾവ് ചെയ്യുക. You will get the total flux on that cubic Gaussian surface, right? Next question. How many electrons constitute an electric charge of -16 microcoulomb? അവിടെ ഒരു -16 മൈക്രോകുളത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. മക്കളെ അവിടെ നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്. ക്യൂ എത്ര -16 10⁻6 n minus n into e എത്ര 1.6 10⁻19. ഈ മൈനസും മൈനസും പ്ലസ് ആകുമ്പോൾ n എന്താ വരിക 16 10⁻6 by 1.6 10⁻19 എന്ന് വരും. That is equal to 10 into 10⁻13 വരും. Answer is 10⁻14 is the right answer. 10⁻14 number of electrons കൂടി ചേർന്നാണ് ഒരു മൈക്രോകൂളം ഉണ്ടാവുക എന്നുള്ളത്, 16 മൈക്രോകൂളം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. And electric dipole is a pair of equal and opposite charges plus q and minus q. Okay, plus q minus q അടങ്ങുന്ന ഒരു ഡൈപോൾ ആണ്. Now separated by a distance r ആണ്. Write an expression for this dipole moment. എന്താ മക്കളെ ഡൈപോൾ q into r ആ വരിക കേട്ടോ. p is equal to q into r ആണ് എന്ത് വരിക dipole moment വരിക. അടുത്ത ക്വസ്റ്റ്യൻ. When an electric dipole is subjected to a uniform electric field, what will happen? ഒരു ഡൈപോളിനെ യൂണിഫോം ഫീൽഡ് വെച്ചാൽ ആ ഡൈപോളിന്റെ മുകളിൽ ടോർക്ക് ആക്ട് ചെയ്യും, ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യും, റൈറ്റ്? സോ ഡൈപോൾ വിൽ റൊട്ടേറ്റ് എന്ന് പറഞ്ഞാൽ മതി. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അത് റൊട്ടേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, റൊട്ടേഷൻ മോഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ അത് റൊട്ടേഷണൽ മോഷനും ഉണ്ടാകും, ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാകും. റൊട്ടേഷണൽ മോഷനും ട്രാൻസ്ലേഷണൽ മോഷനും ഉണ്ടാകും നോൺ യൂണിഫോം ഫീൽഡിൽ ഒരു ഡൈപോളിനെ വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ യൂണിഫോം ഫീൽഡിൽ ഡൈപോളിനെ വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Electrostatic field is always normal to the surface of a charged conductor. Justify the statement. മക്കളെ ഒരു ചാർജഡ് കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ചാർജഡ് കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചാർജ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ചാർജഡ് കണ്ടക്ടറിൻ്റെ മുകൾ ഭാഗത്ത് സർഫസിൽ ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ കണ്ടക്ടറിൻ്റെ സർഫസ് ആ കണ്ടക്ടറിൻ്റെ സർഫസ് ഒക്കെ സെയിം പൊട്ടൻഷ്യൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് പോലെയാണ് ഉണ്ടാവുക എന്ന്. അപ്പൊ ഈ ചാർജഡ് കണ്ടക്ടറിന്റെ സർഫസ് ഒക്കെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് പോലെ ബിഹേവ് ചെയ്താൽ നമുക്കറിയാം ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ടേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇവർ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതായത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് നോർമൽ ടു ദ സർഫസ് ഓഫ് ചാർജഡ് കണ്ടക്ടർ. ചാർജഡ് കണ്ടക്ടറിന്റെ സർഫസിന് നോർമൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക്? അത് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യേണ്ട എത്ര മാത്രം പറഞ്ഞാൽ മതി. അറ്റ് ദ സർഫസ് ഓഫ് എ ചാർജഡ് കണ്ടക്ടർ acts as an equipotential surface. So we know that at the equipotential surface electric field lines will be perpendicular to it. So that we can conclude that the electric field lines will be perpendicular to the surface of a charged conductor. Idea perfect answer ആണ്, മാർക്ക് കിട്ടി. Next question. The value of electric potential at the surface of a charged conductor is 10 volt. ഇതിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ 10 വോൾട്ട് ആണെങ്കിൽ find the value of intensity of electric field and potential at a point interior to it. ഇതിന്റെ ഉള്ളിലുള്ള ഇന്റൻസിറ്റിയും കാണണം, പൊട്ടൻഷ്യലും കാണണം. മക്കളെ പഠിക്കുക. ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ ഉള്ളിൽ, ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ ഉൾഭാഗത്തുള്ള ഇന്റൻസിറ്റി എപ്പോഴും 0 ആയിരിക്കും. കൂടാതെ അതിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എപ്പോഴും അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യലിന് സെയിം ആണ്. അതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ഉള്ളിൽ എല്ലായിടത്തും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. അത് സർഫസിലുള്ള വാല്യൂവിന് സെയിം ആയിരിക്കും. 10 വോൾട്ടാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? യെസ്, പറഞ്ഞടാ. എന്താ ഹിബ പറഞ്ഞോ? എന്താടാ പറ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഹിബ ഷിഹാബ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഓക്കെ, കമൻറ്റ് ചെയ്തോട്ടോ, നോക്കിക്കോളാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ?
two equal and opposite charges placed in air as shown in figure. കണ്ടല്ലോ, കണ്ടു. Redraw the figure and show the direction of dipole moment, direction of resultant electric field at P. അപ്പോൾ പിയിലുള്ള ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും കാണിക്കണം, ഡൈപോൾ മൊമെന്റും കാണിക്കണം. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഉണ്ടാവല് ലൈക്ക് ദിസ് ആണല്ലോ. ഇങ്ങനെയല്ല, ഞാൻ ഫ്രീ ഹാൻഡ് ആക്കി വരക്കാതെ നല്ല. സോ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്. കണ്ടാ, ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടേക്കല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റൻസിറ്റി അങ്ങോട്ടേക്കാ. ഡൈപോൾ മൊമെന്റ് പിയിൽ എങ്ങോട്ടേക്കാ ചോദിച്ചാൽ ഇതിൽ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും. എപ്പോഴും ഡൈപോൾ മൊമെന്റ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പറഞ്ഞാൽ അവിടെ എങ്ങനെ ലെഫ്റ്റിലേക്ക്. സോ ഡൈപോൾ മൊമെന്റ് വിൽ ബി ടുവാർഡ്സ് ലെഫ്റ്റ് ആണ്. സോ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടേക്കാണ് ഉണ്ടാവുക. ഓക്കെ, സോ ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇന്റൻസിറ്റി വിൽ ബി 180 ഡിഗ്രി. അങ്ങനെ എത്ര വരിക? 180 ഡിഗ്രി. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എൻ ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി. പിയിലുള്ള ഇന്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ് മക്കൾ നോക്കടാ. അറ്റ് പി, പിയിലെ ഇന്റൻസിറ്റി വിൽ ബി ഈക്വൽ ടു 1/4πε0 into P divided by R square plus A square whole raised to 3/2. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമ്മൾ സ്പെഷ്യൽ കേസ് ഇക്വേഷൻ ആക്കാറുണ്ട്. ഇഫ് A is very very less than R, then E will be equal to 1/4πε0 into P by R cube. ഇതാണ് നമ്മളുടെ എന്ത് എക്സ്പ്രഷൻ ഫോർ ഇന്റൻസിറ്റി അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ്. ആക്സിയൽ ആണെങ്കിൽ ഇക്വേഷൻ മാറും. ആക്സിയൽ ആണെങ്കിൽ മക്കളെ എന്താ ഇക്വേഷൻ വരിക? ആക്സിയൽ ഇന്റൻസിറ്റി ആണെങ്കിൽ മക്കളെ പറ എന്താ? 1/4πε0 into 2PR divided by R square minus A square whole raised to 3/2. So a axial special case equation 1/4πε0 into 2PR by R cube ഉണ്ടാവും. ഒരു R കട്ടാവും. ഓക്കെ, സോ ഈ ആക്സിയൽ വിൽ ബി ഈക്വൽ ടു 1/4πε0 into 2P by R cube ആണ് വരിക. സോ our equation becomes 1/4πε0 2P by R cube. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ സെറ്റ് ആണല്ലോ. അപ്പോൾ ഈ ആക്സിയലും ഈക്വറ്റോറിയലും കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Permanent electric dipole of a dipole moment P is placed in a uniform external electric field E as shown in figure. Redraw the figure and show the magnitude and direction of force acting on the charges. മക്കളെ, മൈനസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എപ്പോഴും ഒരു ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും ചോദിച്ചാൽ QE എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. QE എന്ന ഫോഴ്സ്. ഈ QE എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക ചോദിച്ചാൽ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ്, ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക്. സോ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഫോഴ്സ് QE എന്ന ഫോഴ്സ് ഉണ്ടാവുക എങ്ങോട്ടേക്കാണ്? താഴത്തേക്കാണ് QE എന്ന ഫോഴ്സ് ഉണ്ടാവുക. ഇനി അടുത്ത പോസിറ്റീവ് ചാർജ് ആണ്. ആ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്കാണ് അതിൻ്റെ മുകളിലേക്കും എന്ത് ആക്ട് ചെയ്യുക? ഫോഴ്സ് ആക്ട് ചെയ്യുക. സോ ഫോഴ്സ് മുകളിലേക്കാണ് എത്ര? QE. അപ്പോൾ QE കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത് ഇതുവരെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദി ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് ഡൈപോൾ ഇൻ വെക്റ്റർ ഫോം. വെക്റ്റർ ഫോം തന്നെ എഴുതണം. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു മക്കളെ എന്താണ്? P ക്രോസ് E ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു P ക്രോസ് E. സിമ്പിൾ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ why two electric field will never cross each other. രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താണ്? If two field lines cross, then at the intersection point we can draw two tangents. ഇത് കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നമുക്ക് എത്ര ടാൻജൻസ് വരയ്ക്കാൻ പറ്റും? രണ്ട് ടാൻജൻസ് വരയ്ക്കാന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ രണ്ട് ഡയറക്ഷൻസ് സാധ്യമാണോ? സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്? Two field lines will never intersect. If they intersect, then at the intersection point we can draw two tangents. That means electric field will have
two directions at that point, that is not possible. So we can conclude that two field lines will never intersect. That's all. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം എന്താ പറയുക ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 10-25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി മുമ്പത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഡെറിവേഷൻസ് നേരത്തെ പറഞ്ഞു. ടോർക്ക് ഓൺ ഡൈപോള്, ഓക്കെ, പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോള്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആക്സിയൽ പോയിന്റ്, ഇന്റൻസിറ്റി അറ്റ് ഇക്വറ്റോറിയൽ പോയിന്റ്, ഗോസസ് ലോന്റെ 3 ആപ്ലിക്കേഷൻസ്, യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി, അതുപോലെ പ്ലെയിൻ ഷീറ്റ് യൂണിഫോംലി ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ് ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി, യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി. ഇതൊക്കെയാണ് നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ്സ്, റൈറ്റ്? ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങുകയാണ്. അടുത്ത ചാപ്റ്ററിലേക്ക് നീങ്ങുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ആ ചാപ്റ്ററിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം. ലിസൺ. Calculate the electric potential at a point 9 cm away from a point charge 4×10⁻⁷. പൊട്ടൻഷ്യൽ കാണണം, പൊട്ടൻഷ്യൽ V കാണണം, Q അറിയാം, R ഒരു ചാർജും അറിയാം, ആ ചാർജ് എന്നുള്ള ഡിസ്റ്റൻസും അറിയാം. സോ V is equal to 1/4πε0 into Q/R. ഇതാണ് എന്തിൻ്റെ എക്സ്പ്രഷൻ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അറ്റ് എ ഡിസ്റ്റൻസ് R. ഇവിടെ Q തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6 സെന്റിമീറ്ററിലാണ്, അത് മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം, റൈറ്റ്? നേരെ ചെയ്താൽ മതി, ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ്. മക്കളെ, പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അതിനാദ്യം പോളാർ മോളിക്യൂൾസ് എന്താണ്, നോൺ പോളാർ മോളിക്യൂൾസ് എന്താണെന്നുള്ള അറിയണം. പോളാർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ if the positive and negative centers of a molecule are not coincide, then such type of molecule is known as polar molecule. ഇനി ഈ രണ്ട് സെന്റേഴ്സും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റേഴ്സ് കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിലോ അതെന്താണ്? നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. അപ്പൊ എന്താ അതിന് എക്സാമ്പിൾസ്? എന്താണ് എക്സാമ്പിൾസ്? പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് HCl, HF, H2O. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. എന്നാൽ നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ് H2, O2, N2. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? നോൺ പോളാർ മോളിക്യൂൾസിന് എക്സാമ്പിൾസ്. അപ്പോൾ പോളാർ മോളിക്യൂൾസ് എന്താണ്, നോൺ പോളാർ മോളിക്യൂൾസ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ആ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം one place to another place is in an ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലൂടെ ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ഒരു ചാർജിനെ നീക്കാൻ ആവശ്യമായ വർക്ക് എന്താ മക്കളെ? 0. വർക്ക് ചെയ്യേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് നെക്സ്റ്റ്? എ കപ്പാസിറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് കമ്പോണന്റ്. ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് കമ്പോണന്റ് നമുക്കറിയാം. ഹാവിംഗ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റർ. നമുക്കറിയുന്ന കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. An insulated capacitor with air between its plates has a potential difference of V0. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0 ആണ് ആൻഡ് ചാർജ് Q0. ഇനി when the space between the plates, ഈ പ്ലേറ്റിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ഇതല്ലേ കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററിന്റെ ഇടയിലുള്ള സ്പേസ് ഫില്ല് ചെയ്യാണ്. എന്ത് വെച്ച് ഫില്ല് ചെയ്യാണ്? എന്തോ ഒരു ഓയിൽ വെച്ച് ഫില്ല് ചെയ്യാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിക്കംസ് V. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആയി, ചാർജ് Q ആയി. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന റിലേഷനിൽ ഏത് റിലേഷൻ ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കപ്പാസിറ്റർ സെല്ലുമായി കണക്റ്റഡ് അല്ല, സെല്ലിൽ നിന്ന് ഡിസ്കണക്ട് ആക്കിയിട്ടുണ്ട്. ചാർജ് ഒക്കെ ചെയ്തിട്ടുണ്ട്, സെല്ലിൽ നിന്ന് ഡിസ്കണക്ട് ആക്കിയിട്ടുണ്ട് ഈ കപ്പാസിറ്റർ. എന്നിട്ടാണ് ഈ കപ്പാസിറ്ററിലേക്ക് നമ്മൾ ഡയലക്ട്രിക് മീഡിയം ആഡ് ചെയ്യുന്നത്. ആ അവസരത്തിൽ ആദ്യത്തെ കേസിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0 ഉണ്ട്, ചാർജ് Q0 ഉണ്ട്. ഇനി ഡയലക്ട്രിക് മീഡിയം ആഡ് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താകും, ചാർജ് എന്താകും, അതല്ലേ ക്വസ്റ്റ്യന് ആണ്. അപ്പം മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നിങ്ങൾ ഡയലക്ട്രിക് മെറ്റീരിയൽ ആഡ് ചെയ്തു എന്ന് കരുതിയിട്ട് ആ പ്ലേറ്റിലുള്ള ചാർജ് എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഈ പ്ലേറ്റിൽ ഒരു ചാർജ് ഉണ്ടാവുമല്ലോ, ആ ചാർജ് അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും, കാരണം എങ്ങോട്ടും പോകാൻ കഴിയൂല.
പ്ലേറ്റ് ലോക്കായിക്കുക ചാർജ്, ആ ചാർജ് എന്തു ചെയ്യാൻ കഴിയില്ല. അവിടെ ചാർജിൽ എന്തുണ്ടാവില്ല, വ്യത്യാസമല്ല. അപ്പൊ Q0യും Qയും എന്താ ഈക്വലാ. ഇനി അടുത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കാര്യം പറയണം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പറയാൻ വേണ്ടിയിട്ട് ആദ്യം കപ്പാസിറ്റൻസിന്റെ അവസ്ഥ. ഇവിടുത്തെ കപ്പാസിറ്റൻസ്, ഇവിടുത്തെ കപ്പാസിറ്റൻസ്, ഏത് കപ്പാസിറ്റൻസ് ആ കൂടുതൽ? ഡയലക്ട്രിക് മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ A എപ്സിലോൺ R/D എന്നാ വരിക. എന്നാൽ ഇല്ലെങ്കിലോ A0/D എന്നാ വരിക. ഏതാ വലുത്? A0/D ആണോ? A R/D ആണോ വലുത്? A ആണ് വലുത്. എന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് മീഡിയം ആഡ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. കപ്പാസിറ്റൻസ് കൂടുമ്പോൾ V = Q/C എന്നൊരു ഇക്വേഷൻ അല്ലേ. ഈ ഇക്വേഷൻ പ്രകാരം കപ്പാസിറ്റൻസ് കൂടുന്ന സമയത്ത് V എന്ത് ചെയ്യും? കുറയും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ എന്ത് ചെയ്യൂടാ? കുറയും. അപ്പൊ V കുറവാ, V0 കൂടുതലാ. സോ V < V0 എന്ന് പറയേണ്ടി വരും. സോ പറ, ഏതാണ് ഓപ്ഷൻ കറക്റ്റ്? Q = Q0, V < V0. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. നെക്സ്റ്റ് വൺ. 3 capacitors are connected to a 12 volt battery as shown in figure. ഈ ഫിഗറിൽ 12 വോൾട്ട് ബാറ്ററിയുമായിട്ട് 3 കപ്പാസിറ്റേഴ്സിനെ കണക്ട് ആക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ? ഈ കോമ്പിനേഷന്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണണം. അതിന് ഈ 2 കപ്പാസിറ്റേഴ്സും എന്താ? പാരലൽ. ആ 2 പാരലും കൂടി കൂടിയ സാധനവും ഇതും എന്താ? സീരീസ്. അപ്പൊ ഞാനിതാ ഇതിനെ ഇങ്ങനെ ഒന്ന് മാറ്റി വരക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കടാ, ഇതിനെ ഞാൻ ഇങ്ങനെ വരക്കാൻ പോവാണ്, ലൈക്ക് ദിസ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കണം, ഇത് 6 മൈക്രോ ഫാരഡും ഇത് 3 മൈക്രോ ഫാരഡും ഇത് 12 വോൾട്ടുമാണ്. ഈ ഒരു അവസരത്തില് നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, എടാ ഇത് രണ്ടും പാരലലാ. അപ്പൊ അതിന്റെ എഫക്റ്റീവ് എത്ര? 6. 2ഉം 4ഉം ആഡ് ചെയ്യാൻ വേണ്ടി 6 കിട്ടുക അല്ലെ? 6. ആ 6 ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ 6ഉം 3ഉം എന്താണ്? ഇത് രണ്ടും സീരീസ് അല്ലേ? സീരീസ് ആയി കാണിച്ചിട്ടുണ്ട്. സോ ഇവിടുന്ന് സി എഫക്റ്റീവ് എന്താ വരിക? രണ്ടും സീരീസ് ആയതുകൊണ്ട് 6 × 3/6 + 3. ആൻസർ ഈസ് 2 മൈക്രോ ഫാരഡ്സ് എന്നുണ്ടാവും. സി എഫക്റ്റീവ് കിട്ടി. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ? ഇതിന് അക്രോസ് ഉള്ള എന്ത് കാണണം? വോൾട്ടേജ് കാണണം. അത് കാണുക എന്ന് പറഞ്ഞ മക്കളെ, ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് അല്ലേ ഇതിനെ ക്രോസും? അതല്ലേ ഇതിനെ ക്രോസ്? അപ്പൊ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടാ പോരെയെന്ന്, ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടാ പോരെയെന്ന് മതി. അപ്പൊ ഞാൻ അതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ടോട്ടൽ ചാർജ് സപ്ലൈഡ് ബൈ ദ സെല്ല് കാണാൻ പോവാ. ചാർജ്, സെല്ല് കൊടുക്കുന്ന ചാർജ് Q, ആ ക്യൂബിനും കിട്ടും, ആ ക്യൂബിനും കിട്ടും. Q എങ്ങനെ കാണുക? സി എഫക്റ്റീവ് × V. Q = CV എന്നുള്ള ഇക്വേഷനാ. സി എഫക്റ്റീവ് എന്താ? 2 × 10⁻⁶. ഇവിടെ കൊടുത്തിട്ടുണ്ട് സി എഫക്റ്റീവ് 2 × 10⁻⁶ ഇൻറ്റു എന്താ മക്കളെ? V എന്ന് പറഞ്ഞാൽ 12. അപ്പൊ എന്താ ആൻസർ? 24 × 10⁻⁶ കുളമാണ് എന്ത്? Q എന്ന് പറഞ്ഞാൽ. ഈ Q ആണ് ഇവിടെ കിട്ടുക. ആ Qവും അവിടെ കപ്പാസിറ്റൻസും ഉണ്ട്. ആ രണ്ടും വെച്ച് ഇവിടുത്തെ വോൾട്ടേജ് കാണാം. എങ്ങനെ? V = Q/C. എത്ര മക്കളെ? Q 24 10⁻⁻⁶. C എത്ര? 6 10⁻⁻⁶. ആൻസർ എന്താ? 4 വോൾട്ട്. അപ്പൊ 4 വോൾട്ട് ആണ് എന്ത് കിട്ടുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുക. ആർക്ക് അക്രോസ്? 6 മൈക്രോ ഫാരഡിന് അക്രോസ്. ആ 6 എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും 2ഉം 4ഉം പാരലാക്കി വെച്ച സാധനം. അപ്പൊ 2ഉം 4ഉം പാരലാക്കി വെച്ച സാധനത്തിന് കിട്ടുന്ന വോൾട്ടേജ് ആണ് എത്ര? 4 വോൾട്ട്. അപ്പൊ ആ 4 വോൾട്ട് 2നും കിട്ടും 4നും കിട്ടും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 മൈക്രോ ഫാരഡ് ഈസ് 4 വോൾട്ട് ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. You are given 2 capacitors having capacitances C1 and C2. Derive an expression for the equivalent capacitance in series and parallel combination. 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനെ നമ്മൾ സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുന്നു, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുന്നു. അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇത് C1 ഇത് C2. ഇവൻ കൊടുത്ത വോൾട്ടേജ് V, അതിൽ V1 ഇവിടെ കിട്ടി, ഇവിടെ V2 കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം, എന്ത് പറയാം? V = V1 + V2 എന്ന് പറയാം. V എന്ന് പറഞ്ഞാൽ എന്താ? Q/C എഫക്റ്റീവാ. V എന്ന് പറഞ്ഞാൽ V1 എന്താ? V1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ്, അവിടുത്തെ വോൾട്ടേജ് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ചാർജ് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ് പ്ലസ് അടുത്ത C2 എന്താ? അവിടുത്തെ ചാർജ് ബൈ അവിടുത്തെ കപ്പാസിറ്റൻസ്. സോ ഇവിടുന്ന് മൊത്തമായിട്ട് നമുക്ക് Qനെ അങ്ങ് കട്ട് ചെയ്താൽ
what will be 1 by C effective? മക്കളെ പറ 1 by C effective എന്താ? 1 by C effective is equal to 1 by C1 plus 1 by C2. This is our expression for finding effective capacitance. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ അത് സീരീസ് കോമ്പിനേഷനിൽ. ഇനി പാരലൽ കോമ്പിനേഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കപ്പാസിറ്റേഴ്സിനെ പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരു സെല്ലുമായിട്ട് ലൈക്ക് ദിസ് കണക്ട് ചെയ്തു. ദ C1, ദ C2, ദ വോൾട്ടേജ് V. അപ്പോൾ ഈ സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ് Q ആണ്. അതിൽ Q1 ഇവിടെ കിട്ടി, Q2 ഇവിടെ കിട്ടി. സോ വി ക്യാൻ സേ ദാറ്റ് എന്ത് പറയാം? Q ഇസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 എന്ന് പറയാം. Q എന്താ? CV. അപ്പോൾ C എഫക്റ്റീവ് ഇൻറ്റു V ഇസ് ഈക്വൽ ടു Q1 എന്താ? C1 ഇൻറ്റു V വരും പ്ലസ് Q2 എന്താ? C2 ഇൻറ്റു V. എല്ലായിടത്തുനിന്നും ഒരു V കോമൺ ആക്കിയെടുത്ത് കട്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ബി C എഫക്റ്റീവ്? C1 പ്ലസ് C2. ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ. ഏത് കേസിലാണ് മക്കളെ? അത് പാരലൽ കോമ്പിനേഷൻ്റെ കേസിൽ. ഇത് രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ നോക്കടാ. The variation of charge Q on capacitor with voltage V is shown in the figure given below. ചാർജും വോൾട്ടേജും ഉണ്ട്. ഇതിൽ ഏരിയ അണ്ടർ ട്രയാങ്കിൾ AOB, ഓക്കെ, ഏരിയ അണ്ടർ ട്രയാങ്കിൾ AOB, ട്രയാങ്കിൾ AOBയുടെ അടിയിലേക്കുള്ള ഏരിയ, അതായത് ഈ ഏരിയ എന്താണ്? ആ ഏരിയ എടുത്താൽ എന്താ കിട്ടുക നോക്കടാ. ഇത് വോൾട്ടേജ് ആണ് അല്ലേ? ഇതെന്താണ്? ഇത് ശരിക്കും വോൾട്ടേജ് ആണ്. ഇത് ശരിക്കും എന്താണ്? ചാർജ് Q ആണ്. അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് QV. ഹാഫ് QV പറഞ്ഞാൽ എന്താ? ഹാഫ് ഇൻറ്റു, ഞാൻ Qനെ CV എന്നാക്കി, അപ്പോൾ എന്താ? ഹാഫ് CV സ്ക്വയർ. അപ്പോൾ എന്താ ഹാഫ് CV സ്ക്വയർ? എനർജിയാണ് മക്കളെ. എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ അല്ലേ? അപ്പോൾ എന്താ ആൻസർ ഉണ്ടാവുക പറ? എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ് നമ്മുടെ ഏരിയ എടുത്താൽ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുമ്പോൾ, എ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ക്യാൻ സ്റ്റോർ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി വിത്തിൻ ദ ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അല്ല, സ്റ്റേറ്റ്മെന്റ്. Write an expression for the energy stored in a capacitor in terms of change alla, in terms of charge Q and capacitance C. So energy stored in the capacitor is equal to half Q square by 2C എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ ഇക്വേഷൻ ഇതും ഉണ്ട്, ഹാഫ് CV സ്ക്വയർ ഉണ്ട്, ഹാഫ് QV ഉണ്ട്. മൂന്ന് ഇക്വേഷൻസും എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ഇന്റർസെക്ട് വൺ അനദർ. എക്സ്പ്ലെയിൻ ദിസ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അത്. അടുത്ത ക്വസ്റ്റ്യൻ. Two capacitors C1 and C2 are connected in series and then in parallel. Obtain expression for effective capacitance. നമ്മൾ ചെയ്തു തന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Obtain an expression for the capacity of a parallel plate capacitor with plate area A and plate separation D. എടാ മക്കളെ, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. സോ C is equal to generally Q by V ആണ്. is equal to Q പറഞ്ഞാൽ സിഗ്മ ഇൻറ്റു എ എഴുതാം. കാരണം സിഗ്മ പറഞ്ഞാൽ എന്താ? Q by A ആണ്. സോ അവിടെ നിന്ന് എന്താണ്? Q സിഗ്മ ഇൻറ്റു എ ബൈ V എന്ന് പറഞ്ഞാൽ E ഇൻറ്റു D is equal to സിഗ്മ എ ബൈ E എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു D. സിഗ്മ കട്ടാവും. സോ വാട്ട് ഈസ് കപ്പാസിറ്റൻസ്? എ എപ്സിലോൺ 0 ബൈ D ആണ് എന്ത്? കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ വരിക. ഇത് ഡിറൈവ് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ്റെ ഫുൾ മാർക്ക് കയ്യിലായി. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Two capacitors A and B of capacitance C1 and C2 are connected with a 18-volt source as shown in figure C1 and C2. Now, write the equation for effective capacitance of the combination. ഇതിൻ്റെ effective capacitance in the equation ആണ് C1 C2 by C1 plus C2. അടുത്ത ക്വസ്റ്റ്യൻ. Let the capacitors have identical geometry. ഈ കപ്പാസിറ്ററുകൾക്ക് ഐഡന്റിക്കൽ ജോമെട്രി ആണ് എന്ന് പറഞ്ഞാൽ ഒരേ ഏരിയ, ഒരേ പിന്നെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ടാളുടെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ സെയിം അല്ലേ? രണ്ടാൾക്കും നമുക്ക് CC എന്ന് കൊടുക്കാം. രണ്ടു കപ്പാസിറ്റൻസിന്റെ വാല്യൂ സെയിം ആണ്. ഇനി
but the space between the plates of capacitor B is filled with a medium of dielectric constant 3. പക്ഷേ ഇവിടെ എന്താക്കിയിട്ടുണ്ട്, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 3 ആയിട്ടുള്ള ഒരു മീഡിയം ഫിൽ ആക്കിയിട്ടുണ്ട്. ജോമെട്രി ഒക്കെ സെയിം ആ, പക്ഷെ ഒരു എക്സ്ട്രാ മീഡിയം വന്നുകൊണ്ട് കപ്പാസിറ്റൻസ് സെയിം ആവൂല. അപ്പൊ കപ്പാസിറ്റൻസ് ഇത് 3C കൊടുക്കേണ്ടി വരും. കാരണം എന്താ, ഇവിടുത്തെ എന്താ A epsilon 0 by D, ഇവിടുത്തെ എന്താ A epsilon 0 into K by D. ആ K 3 ആ, അപ്പൊ A epsilon 0 into 3 by D എന്താ 3 times A epsilon 0 by D. അപ്പൊ ഇതെന്താ C അല്ലേ, C എന്താ A epsilon 0 by D. അപ്പൊ അതെന്താ 3 times A epsilon 0 by D എന്നാൽ 3C ഇതുണ്ടാവും. അപ്പൊ C യും 3C യും. ഇനി ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം മക്കളെ, ഓരോ കപ്പാസിറ്ററുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. അത് കാണാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബി ക്വസ്റ്റ്യൻ കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാന്നുള്ള C1 C2 by C1 plus C2. ഇത് കൊടുക്കുമ്പോൾ C into 3C by C plus 3C is equal to 3C square by 4C. ഒരു C കട്ടാവുമ്പോൾ 3 by 4C എന്നുണ്ടാവും. എന്തുണ്ടാവുക 3 by 4C, ദാറ്റ് ഇസ് C എഫക്റ്റീവ്. നൗ ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന ചാർജ് കാണണം Q is equal to C effective into V ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു C effective എന്താ 3 by 4C ആണ് ബൈ V പറഞ്ഞ 18 ആണ്. അപ്പോൾ ഈ 3ഉം 18 കട്ടാകുമ്പോൾ 6 ആവും. സോ ആൻസർ എന്താ ഉണ്ടാവുക മക്കളെ, പറ 3 by 4 അല്ലേ, ഓക്കെ. അപ്പോൾ എന്താ മക്കളെ ഉണ്ടാവുക 6 1 by 6. സോ C by 24 എന്നുണ്ടാവും. ഓക്കെ, സോ Q is equal to CV. Q കണ്ടെത്തി. അപ്പോൾ ഈ Q ആണ് ഇയാൾക്കും കിട്ടുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, Q അറിയാം. അപ്പോൾ നമുക്ക് അവിടുത്തെ വോൾട്ടേജ് V1 കാണാം, ഇത് വോൾട്ടേജ് V2 ആയിക്കോട്ടെ. സോ വാട്ട് ഈസ് V1 is equal to Q by C. Q എത്ര C by 24 by എന്താ one mistake is the sorry 1 second. C effective is C into 3C by C plus 3C, 3C square by 4C, 3C by 4. Q എന്താ CV. Oh sorry 1 second, it's a mistake. C effective എന്താ 3 by 4C into V is 18 into ആണ് cut 9, this becomes 2. Answer is 27 by 2 into C. Clear? Q. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ V1 കാണണം. സോ V1 എന്താ അവിടുത്തെ Q by അവിടുത്തെ കപ്പാസിറ്റൻസ് Q എന്താ 27 by 2 C by C. Answer is 27 by 2. ഓക്കെ, അത് ഉണ്ടാവും 13.5 വോൾട്ട്. അടുത്ത V2 കാണണം. V2 എന്താ Q by C 3C ആണ് വരിക. Q by 3C, that becomes equal to 27 by 2 C by 3C. ഇത് കട്ടാക്കുമ്പോൾ 9. So 9 by 2 volt. That means 4.5 volt എന്നുണ്ടാവും. 4.5 volt. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ വോൾട്ടേജ് എത്ര 13.5ഉം ഇവിടുത്തെ എന്താണ് 4.5 ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ത്രൂ എ പോയിന്റ് ഈസ് നോർമൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. വാട്ട് ഈസ് മെന്റ് ബൈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? എന്താ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? Equipotential surface is the surface at which potential has the same value at every point. Okay, അടുത്ത, what is the work done to move a charge on equipotential surface? 0. Equipotential surface ന് 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ആണ് work done to move a charge on an equipotential surface is 0. രണ്ടാമത്തെ പ്രോപ്പർട്ടി ആണ് two equipotential surface will never intersect. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആണ് എന്ത്, field lines will be perpendicular to the equipotential surface. ഈ 3 പ്രോപ്പർട്ടീസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അതിലൊരു പ്രോപ്പർട്ടിയെ പോലെ ചോദിച്ചു. നെക്സ്റ്റ്, ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഫോർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എടാ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെ ഉണ്ടാവുക ചോദിച്ചാൽ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവുക യൂണിഫോം ഫീൽഡ് ആണെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The direction of electric field is always dash to an equipotential surface.
ഒരു ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഉണ്ടാവുക? പെർപെൻഡിക്കുലർ ആയിട്ട്. സോ ഓൾവേസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. റൈറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How capacitance changes if the distance between the plates of a parallel plate capacitor is halved? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ഡിസ്റ്റൻസ് പകുതിയാക്കിയാൽ കപ്പാസിറ്റൻസ് സംഭവിക്കുക ഡബിൾ ആവും. നോക്കാം. C is equal to A epsilon 0 by D initially. രണ്ടാമത്തെ കേസിൽ C dash is equal to A epsilon 0 by D ക്ക് പകരം എന്താ? D by 2. ആ 2 മുകളിൽ കയറുമ്പോൾ എന്താ? 2A epsilon 0 by D വരും. ദാറ്റ് ഈസ് 2C എന്ന് വരും. So new capacitance എന്താ ഇവിടെ? ഡബിൾ ചെയ്യും. So answer is doubled. Next question. In a capacitor, the energy is stored. The positive plate, negative plate, in the electric field in between the plates, none of these. മക്കളെ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് മീൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡിൽ. മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യുക മാഗ്നറ്റിക് ഫീൽഡിൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പിക്സ് ആണ്. ഒന്ന്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. രണ്ട്, ഡൈപോൾ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. മൂന്ന്, കപ്പാസിറ്റൻസ് സീരീസും പാരലലും. ഓക്കെ, കോമ്പിനേഷനിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കുന്ന പരിപാടി. നാലാമത്തെ കാര്യത്തെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടെത്തുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ. ഓക്കെ, ഈ ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസും അതിൻ്റെ പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ. പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ എങ്ങനെയാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് സർക്യൂട്ടിൽ ഏതെങ്കിലും കപ്പാസിറ്ററിലെ ചാർജോ ഏതെങ്കിലും കപ്പാസിറ്ററിലെ വോൾട്ടേജോ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ സംഭവം യൂസ് ചെയ്യുക. റൈറ്റ്? നെക്സ്റ്റ്, കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കുക. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡ്രോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ബാലൻസിങ് കണ്ടീഷൻ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അങ്ങ് ഡ്രോ ചെയ്യുക. മനസ്സിലായി? നല്ല മാർക്ക് ഉണ്ടാവുള്ളൂ. ഗാൽവനോമീറ്റർ ആണ് അല്ലേ? ഇവിടെ എന്ത് കണക്ട് ചെയ്യുന്നു? നമ്മൾ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ലൈക്ക് ദിസ്. ദ പി, ദ ക്യൂ, ദ ആർ, ദ എസ്. പി ക്യൂ ആർ എസ്. ഓക്കെ, സോ ഇതാണ് പിന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരച്ചിട്ട് ബാലൻസിങ് കണ്ടീഷൻ P by Q is equal to R by S. ഇതാണ് എന്ത്? അതിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് VD by E. ഇത് എന്താ മക്കളെ? ഇത് മൊബിലിറ്റി ആണ്. എന്താണ്? മൊബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ്. Kirchhoff's rules are very useful for analysis of electrical circuits. Yeah. State Kirchhoff's ജംഗ്ഷൻ റൂൾ. മക്കളെ എന്താ കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ? കിർച്ചോഫിന്റെ ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ദ ആൾജിബ്രിക് സം ഓഫ് കറണ്ട് എൻറ്ററിങ് അറ്റ് എ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു ദ ആൾജിബ്രിക് സം ഓഫ് കറണ്ട് ലീവിങ് ഫ്രം ദാറ്റ് ജംഗ്ഷൻ. ഓക്കെ, ആൾജിബ്രിക് സം ഓഫ് കറണ്ട് എൻറ്ററിങ് അറ്റ് എ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഏതൊക്കെ? I1ഉം I2ഉം I3ഉം. അവിടുന്ന് ലീവ് ചെയ്യുന്ന കറണ്ടോ I4ഉം I5ഉം. സോ ആൾജിബ്രിക് സം ഓഫ് കറണ്ട് എൻറ്ററിങ് അറ്റ് എ ജംഗ്ഷൻ വിൽ ബി ഈക്വൽ ടു ആൾജിബ്രിക് സം ഓഫ് കറണ്ട് ലീവിങ് ഫ്രം ദാറ്റ് ജംഗ്ഷൻ ഈസ് നോൺ ആസ് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഗിവൺ ബിലോ. ഈ സർക്യൂട്ടിൻ്റെ എന്ത് കാണണം? എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സർക്യൂട്ടിനെ ഒന്ന് എന്ത് ചെയ്യാൻ പോവാടാ? ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. ആദ്യം നോക്ക്, ഞാൻ 21 ഇവിടെ വരച്ചു, 21 ഇവിടെ വരച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം അല്ലെങ്കിൽ ഇതാ ഇത്ര മാത്രം, ഈ ഒരു സാധനം ഇതാ എടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വരക്കാൻ പോവുക. ലൈക്ക് ദിസ്. കണ്ടല്ലോ? കണ്ടു. സെയിം പ്ലേസ് പോസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ഈ ഒരു സാധനം ഇതേപോലെ വരക്കുമ്പോൾ ദാ ഈ ഒരു സാധനം ഞാൻ എടുത്തിട്ട് ദാ പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് റീസൈസ് ആക്കിയതാ ഇങ്ങനെ കൊണ്ടു തുറക്കാൻ പോവാട്ടാ. നോക്കിക്കട്ടാ, കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് ഭാഗവും മീറ്റ് ചെയ്താലേ, ഈ രണ്ട് മീറ്റ് ചെയ്തില്ലേ, രണ്ട് ഭാഗവും മീറ്റ് ചെയ്യിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇനി അടിയിൽ ഇനി നമുക്ക് അടുത്തത് ഇയാളെ കാണിക്കണം. സോ അടിയിൽ ഞാൻ ആരെ കാണിച്ചു? 7 ഓമിനെ കാണിച്ചു. ഇത് 3 ഓം ആണ്,
ഇത് 6 ഓം ആണ്. ഇനി ആരാ ബാക്കിയുള്ള നമുക്ക് നോക്കാം ആരാ. ഇനി നമുക്കുള്ളത് 6 ഓം ഉണ്ട്. ആരുണ്ട്? 6 ഓം. ഈ 6 ഓമിനെ ഞാൻ പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പോവാ ലൈക്ക് ദിസ്. കണ്ടല്ലോ, ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഇനി 6 ഓം കഴിഞ്ഞാൽ പിന്നെ ആരാ? 12 ഓം. ഇവനെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാ? പൊക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പോവാ. കണ്ട, ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ കൊണ്ടുപോയി വെച്ചു. എന്നിട്ടോ ഈ രണ്ടാളെയും കൂടി ഞാൻ ജോയിൻ ചെയ്തു. കണ്ടോ, അവിടെ രണ്ടും കൂടി ജോയിൻ ചെയ്തു. എന്നിട്ടോ ഇവരെ രണ്ടാളുടെയും ഈ 2 പോയിന്റ്സും കൂടി ഇവിടെ ജോയിൻ ചെയ്യണം. സോ ജോയിൻ ചെയ്തു. കണ്ടു. ഇത് 6 ആണ്, ഇതെന്താണ്? 12 ആണ്. ഇനി നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യാൻ ആദ്യം ഇത് രണ്ടും സോൾവ് ചെയ്യണം. രണ്ടും പാരലൽ റെസിസ്റ്റേഴ്സാണ്. എഫക്റ്റീവ് എങ്ങനെ കാണാം? 3 × 6/3 + 6. 3 × 6/3 + 6 എന്ന് പറഞ്ഞാൽ 18/9 2. സോ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 ആണ്. അപ്പോൾ എന്താ മക്കളെ വരിക? പറഞ്ഞോ. മുകളിൽ 21 ഉണ്ട്. ഇവിടെ ഒരു 2 ഉണ്ട്. 2 ഓം ഉണ്ട്. മെറ്റോടുത്തോ 6 × 12/6 + 12. 6 × 12/18. കട്ട് 3. ആൻസർ ഈസ് 4. അപ്പോൾ ഇതെന്താ? 4 ഓം. ഓക്കെ, താഴെ എന്താ? 7 ഓം. സോ ആൻസർ എന്താ മക്കളെ? പറ. ഈ 2ഉം ഈ 4ഉം ഇതാണ് സംഭവം. ഈ 2ഉം ഈ 4ഉം എന്താ? സീരീസ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് എന്താ? 6. ആ 6ഉം ഈ 21ഉം ഈ 7ഉം എന്താ? പാരലൽ കോമ്പിനേഷനിൽ ചെയ്യുക. 21 6ഉം 7ഉം കൂടി പാരലൽ അങ്ങ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒബേസ് ഓംസ് ലോ? താഴെ കൊടുത്തതിൽ ഏതാണ് ഓംസ് ലോ ഒബേ ചെയ്യാൻ? ഓംസ് ലോ ഒബേ ചെയ്യൽ നിക്രോം. ട്രാൻസിസ്റ്റർ ഓംസ് ലോ ഒബേ ചെയ്യൂല, സെമി കണ്ടക്ടർ ആണ്. ഡയോഡ് ഒബേ ചെയ്യൂല, സെമി കണ്ടക്ടർ ആണ്. ലിക്വിഡ് ഇലക്ട്രോലൈറ്റ് ഒബേ ചെയ്യൂല, സെമി കണ്ടക്ടർ അല്ല, ലിക്വിഡ് ആണ്. സോ അത് ഓംസ് ലോ ഒബേ ചെയ്യൂല. അടുത്ത്, എ വയർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm. It is stretched by 10% of its original length. What will be the new resistance? മക്കളെ, ഒരു റെസിസ്റ്റൻസ് എടുത്താൽ ഇതാണ് ആ വയർ വിചാരിക്കുക. ഓക്കെ, അതിൻ്റെ നീളം എന്താക്കി? ഇങ്ങനെ വരക്കാം. ഇതാണ് L ലെങ്ത് ഉള്ള ഒരു വയർ. ഈ L ലെങ്ത് ഉള്ള ഒരു വയർ, ആ L ലെങ്ത് ഉള്ള വയറിനെ സ്ട്രെച്ച് ചെയ്തു, വലിച്ച് നീട്ടിയിട്ട് അതിൻ്റെ നീളം എത്ര പെർസെൻറ്റേജ് വർദ്ധിപ്പിച്ചു? 10% വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ നീളം ഇനി എത്ര ഉണ്ടാവുക? L + 10% ഓഫ് L എന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ L + 10% മീൻസ് 10/100, 1/10, 1/10 L. ദാറ്റ് മീൻസ് 1.1 L എന്നുണ്ടാവും നീളം. ഇതിൻ്റെ ഏരിയ A ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഏരിയ A' ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? AL is equal to A' into 1.1 L എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ Lഉം ക്യാൻസൽ ഔട്ട് ആവുമ്പോൾ എന്താണ് A' വരിക? A/1.1. സോ ഇവിടുത്തെ ഏരിയ എന്താ? A' എന്താ? A/1.1 ആണ്. ഞാൻ ചോദിക്കണത് എന്താ? സ്ട്രെച്ച് ചെയ്തു. 10 ഓം ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, 10% നീളം വലിച്ചു നീട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫൈനൽ റെസിസ്റ്റൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എടാ, ഇവിടുന്ന് ρL/A ആണല്ലോ ശരിക്കും 6, അത് 10 ഓമാന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടുത്തെ റെസിസ്റ്റൻസ് എന്താ? R'. എന്താ R'? റോ ഇൻറ്റു L പറഞ്ഞാൽ 1.1 L/A എന്ന് പറഞ്ഞാൽ A/1.1. ദാറ്റ് ഈസ് 1.1 സ്ക്വയർ ഇൻറ്റു ρL/A ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1. 11 സ്ക്വയർ എന്താ? 121. രണ്ട് സ്ഥലം മാറ്റി കുത്തില്ല. അപ്പോൾ എന്താ? 1.21 ρL/A എന്നുണ്ടാവും. ρL/A എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അത് 10 ഓം ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.21 × 10 is equal to 12.1 ഓം ഉണ്ടാവും. ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു വയർ സ്ട്രെച്ച് ചെയ്തിട്ട് അതിൻ്റെ നീളം n ടൈംസ് ആക്കി. ഇവിടെ നീളം എത്ര ടൈംസ് ആയത്? 1.1 ടൈംസ് ആയി. അപ്പോൾ ഒരു വയറിൻ്റെ സ്ട്രെച്ച് ചെയ്തിട്ട് പിടിച്ച് വലിച്ച് നീട്ടിയിട്ട് അതിൻ്റെ നീളം n ടൈംസ് ആക്കുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് n² ടൈംസ് ആയിട്ട് മാറും. പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ നീളം 10% ഇൻക്രീസ്ഡ് ബൈ 10% എന്നാണ് പറഞ്ഞത് ലെങ്ത്. അപ്പോൾ ആദ്യമുള്ള ലെങ്ത്തിൻ്റെ
10% വർദ്ധിച്ചു. അപ്പോൾ ലെങ്ത് എന്തായി മാറി? L plus 10% of L 1.1 L ആയി മാറി. അപ്പോൾ ലെങ്ത് 1.1 ടൈംസ് ആയി. അപ്പോൾ ന്യൂ റെസിസ്റ്റൻസോ 1.1ന്റെ സ്ക്വയർ ടൈംസ് ആയി മാറും. എന്ന് പറഞ്ഞാൽ 1.21 ടൈംസ് ആയി മാറും. 1.21 times the initial resistance. 1.21 into 10 ആണ്. So what is the answer? 12.1 ohm is the right answer. So we got the answer. How much? 12.1 ohm. With the help of a circuit diagram, describe the method to find the value of an unknown resistance using meter bridge arrangement. So out of syllabus. Next question. Which of the following material is used to make wire wound standard resistor? Manganese. Next question. A bread toaster and a bulb are connected parallel in a circuit. ഒരു ബ്രെഡ് ടോസ്റ്ററും ഒരു ബൾബും ഒരു സർക്യൂട്ടിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു, റൈറ്റ്? ഇനി the toaster produces more heat than the bulb. ബ്രെഡ് ടോസ്റ്റർ കൂടുതൽ ഹീറ്റ് ഉണ്ടാക്കി ബൾബിനേക്കാളും. Which of the following statements is true? താഴെ കൊടുത്തതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? Resistance of toaster is greater than resistance of bulb. Resistance of toaster ആണ് ബൾബിനേക്കാൾ കൂടുതൽ. മിക്ക കൂട്ടലും വിചാരിക്കും അതാണ് ആൻസർ. തെറ്റാ. Resistance of bulb is same as resistance of തെറ്റാ. Resistance of bulb is greater than resistance of അത് ശരിയാ. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇവിടെ ടോസ്റ്റർ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ പറയാം. പവർ ഓഫ് ബ്രെഡ് ടോസ്റ്റർ ഈസ് ഗ്രേറ്റർ ദാൻ പവർ ഓഫ് എന്താ ബൾബാണ്. പവർ ഓഫ് ബ്രെഡ് ടോസ്റ്റർ എങ്ങനെയൊക്കെയാണ്? V² ബൈ റെസിസ്റ്റൻസ് ഓഫ് ബ്രെഡ് ടോസ്റ്റർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗ്രേറ്റർ ദാൻ V² ബൈ റെസിസ്റ്റൻസ് ഓഫ് ബൾബാണ്. ഇത് രണ്ടും കട്ടാവും. കട്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോൾ RB ഈസ് ഗ്രേറ്റർ ദാൻ R ബ്രെഡ് ടോസ്റ്റർ. ഇതാണ് വരിക. കാരണം രണ്ടാക്കും ഒരേ വോൾട്ടേജ് കിട്ടും. ഒരു പാരലൽ കോമ്പിനേഷൻ അല്ലേ, രണ്ടാക്കും കിട്ടുന്ന വോൾട്ടേജ് സെയിം അല്ലേ എന്ന്. പിന്നെ റെസിസ്റ്റൻസ് ആണല്ലോ മാറുക. അപ്പോൾ V² ബൈ R ആണ് ഉപയോഗിച്ചത് അല്ലേ. അതുകൊണ്ട് നമുക്ക് പറയാം റെസിസ്റ്റൻസും പിന്നെ പവറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പവർ കൂടിയാക്ക് റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, സോ ഇതില്ല, പൊട്ടൻഷ്യോമീറ്റർ ഇല്ല. നെക്സ്റ്റ്, ഫോർ ഈക്വൽ റെസിസ്റ്റൻസസ് ഈച്ച് ഓഫ് 6 ohms are arranged as shown in the figure given below. 666 and 6 കണ്ടോ? ഈ 666 ഈ 3 6ഉം പാരലലാ. അതിൻ്റെ എഫക്റ്റീവ് 6/3 അത് 2 ohm ആ. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 2 ohm. ആ 2 ohmഉം ഈ 6 ohmഉം സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വരിക, എഫക്റ്റീവ് വരിക 8 ohm ആണ് വരിക. എത്ര വരിക? 8 ohm. റൈറ്റ്. അടുത്ത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ. അത് കണ്ടു നമ്മൾ. ഇനി അടുത്ത് ഒരു ടേബിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ വോൾട്ടേജും കറണ്ടും ഇങ്ങനെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ഓമിക്ക, ഈ മെറ്റീരിയൽ ഓമിക് ആണോ നോൺ ഓമിക് ആണോ? ഞാൻ പറയുന്നത് നോൺ ഓമിക്ക. കാരണം എന്താ? കാരണം വേറൊന്നുമല്ല, വോൾട്ടേജ് ഇരട്ടിയാക്കി, പക്ഷേ കറണ്ട് ഇരട്ടിയായില്ല, ഡബിൾ ആയില്ല. വോൾട്ടേജ് ഡബിൾ ആക്കുമ്പോൾ കറണ്ട് ഡബിൾ ആവുകയാണെങ്കിൽ ഓമിക്ക. പക്ഷെ ഇത് ഓമിക്ക അല്ല, V പ്രപ്പോർഷണൽ ടു R അല്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം, ഇത് നോൺ ഓമിക്ക എന്നുള്ള കണ്ണടിച്ച് പറയാൻ പറ്റും. റൈറ്റ്. നെക്സ്റ്റ്, നെയിം 2 devices which do not obey Ohm's law. Ohm's law obey ചെയ്യാത്ത ഏതെങ്കിലും ഡിവൈസ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ. കഴിഞ്ഞില്ലേ? സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. A resistance R is connected to a cell of EMF E and has an internal resistance small r. ഒരു സെല്ലുണ്ട്, ആ സെല്ലിന്റെ EMF സ്മോൾ e, internal resistance small r, as shown in the figure. The voltage across R is measured using an ideal voltmeter. ഓക്കെ, അവിടെ വോൾട്ട്മീറ്റർ ഉണ്ട്, പിന്നെ ഒരു അമ്മീറ്റർ ഒക്കെ ഉണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. റിയോസ്റ്റാറ്റ് ഉണ്ട്. ഈ റിയോസ്റ്റാറ്റിന്റെ റെസിസ്റ്റൻസ് നെഗ്ലിജിബിളി സ്മോൾ ആണ്, സോ ക്യാൻ ബി ടേക്കൺ ആസ് 0. ഇനി എന്താ ക്വസ്റ്റ്യൻ? റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ കറന്റ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് വോൾട്ടേജ് അക്രോസ് R അറ്റ് എനി ഇൻസ്റ്റന്റ്. ആദ്യം ഈ സർക്യൂട്ടിലെ എന്ത് കാണണം? കറണ്ട് കാണണം. സർക്യൂട്ടിലെ കറണ്ട് കാണാൻ I is equal to EMF by total resistance. ടോട്ടൽ മീൻസ് R ഉണ്ട്, പിന്നെ ഇന്റേണൽ റെസിസ്റ്റൻസും ഉണ്ട്. ഇതാണ് ഈ സർക്യൂട്ടിന്റെ എന്ത്? കറണ്ട്. അടുത്ത് എന്ത് കാണണം? വോൾട്ടേജ് അക്രോസ് ക്യാപിറ്റൽ R. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കാണണം. അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? V is equal to I into R ആണ്. I into റെസിസ്റ്റൻസ് R. I എത്ര? E by R plus R into എന്താണ് വരിക? R. അതാണ് എന്ത് വരിക? വോൾട്ടേജ് അക്രോസ് R വരിക. ക്ലിയർ അല്ലേ?
അപ്പോൾ ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെ കാണാം? ഐക്കൂടെ ഒഴുകുന്ന കറണ്ട് ഇൻറ്റു അതിൻ്റെ റെസിസ്റ്റൻസ്. ഇത് ഈക്വൽ ഒഴുകുന്ന കറണ്ട് ഇവിടെ കണ്ടില്ലേ? അപ്പോൾ ഇത് ഇൻറ്റു R ആണ് എന്ത് വരിക? ഇവിടുത്തെ വോൾട്ടേജ് വരിക. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇതാ കഴിയാണ്. ഡ്രോ എ ഗ്രാഫ് കണക്റ്റിംഗ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് അലോങ് എക്സ്. കറണ്ട് ഇൻ ദ സർക്യൂട്ട് അലോങ് എക്സ്. ഇവിടെ ആരാണ് കറണ്ട്, ഇവിടെ ആരാ വോൾട്ടേജ്. ഓക്കെ, സോ ഒരു ഗ്രാഫ് ഡ്രോ ചെയ്യണം. ഓക്കെ, എടാ ഗ്രാഫ് വരയ്ക്കാൻ ഒന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഗ്രാഫ് എന്താ വരയ്ക്കാൻ ബുദ്ധിമുട്ട്? VI ഗ്രാഫ് വരക്കണം. VI ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ലൈക്ക് ദിസ്. ഓക്കെ, ഓംസ് ലോ ഒബേ ചെയ്യുമല്ലോ എന്തായാലും. അടുത്ത് ദ ക്വാണ്ടിറ്റി ഒബ്റ്റൈൻഡ് ഫ്രം ദ സ്ലോപ്പ് ഓഫ് ഗ്രാഫ് ഈസ്. സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുക? സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുകയെന്നോ? റെസിസ്റ്റൻസ്. VI ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുക? യു വിൽ ഗെറ്റ് ദ റെസിസ്റ്റൻസ്. ഹോപ്പ് യു ഗോട്ട് ദിസ്. മക്കളെ കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? അപ്പം 3 ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. നിങ്ങളെ പഠനത്തിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഒരുപാട് പരമാവധി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ കാണുന്നത്, പിന്നെ ഇത് VD is equal to E tau by M, പിന്നെ I is equal to NAVD, J is equal to NVD. ഓക്കെ, അതുപോലെ തന്നെ R is equal to rho L by A. ഈ ഇക്വേഷൻ്റെ ഒക്കെ ഡെറിവേഷൻസ് പഠിച്ചു വെക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഡെറിവേഷൻ ഉണ്ട്, J is equal to sigma into E. അതാണ് എന്തെന്ന് പറയുക നിങ്ങൾക്ക്? മൈക്രോസ്കോപ്പിക് ഫോം ഓഫ് ഓംസ് ലോ ഓർ വെക്ടർ ഫോം ഓഫ് ഓംസ് ലോ. J is equal to sigma into E. അത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ടത് റെസിസ്റ്റേഴ്സിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന കാര്യങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ കേസും പഠിച്ചാൽ ഏകദേശം ഈ ചാപ്റ്റർ ഡെറിവേഷൻസും കംപ്ലീറ്റ് ആവും. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. നാളെ നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവും. ഒരു 3 ചാപ്റ്റർ നാളെ നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ വരിക. അടിപൊളിയായിട്ട് പഠിച്ചിട്ട് തന്നെ വരിക. പഠനം നല്ല രീതിയിൽ നടക്കണം. റിവിഷൻസ് കുറേ സമയം റിവിഷൻസും എന്ത് ചെയ്യണം? നിങ്ങളെ ഇതിൽ നടക്കുകയും വേണം. റൈറ്റ്? അപ്പോൾ നമുക്ക് ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്.